സൗരയൂഥത്തിലെ മൂന്നാമത്തെ നീലഗ്രഹമാണ് ഭൂമി. നമ്മുടെ ഈ കൊച്ചുഭൂമിയിൽ 4/3 ജലമാണ്. എന്നാൽ നമ്മളെല്ലാവരും അതിശയിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ്. ഈ ഭൂമിയിൽ 780 മില്യൺ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമല്ല. അതിൽ 350 മില്യൺ ജനങ്ങൾ ജീവിക്കുന്നതും ആഫ്രിക്കയിലാണ്. ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ഓരോ നിമിഷവും ഓരോ കുട്ടിയും മരിക്കുന്നു. 44 നദികളുള്ള കേരളത്തിന്റെ സ്ഥിതിയും ഭിന്നമല്ല. ഈ വർഷം കാലവർഷത്തിൽ 30% കുറവുണ്ടായത്. കാലവർഷത്തിന്റെ കുറവും കൊടും വരൾച്ചയും മുന്നിൽ കണ്ട് കിണറുകൾ റീചാർജ് ചെയ്യാൻ ഊർജിത കർമ്മ പദ്ധതിയുമായി സർക്കാർ രംഗത്ത്. കാലവർഷത്തിൽ 30% കുറവ് വന്നതിനാലാണ് ഈ പദ്ധതി. സംസ്ഥാനത്താകെ 45 ലക്ഷം കിണറുകളാണുള്ളത്. 13 ലക്ഷം കിണറുകളിലും വെള്ളമില്ല. ശുദ്ധജലത്തിനായി കിണറിനെ ആശ്രയിക്കുന്നത് 64% പേരാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം പാഴാകാതെ കിണറുകളിൽ സംഭരിക്കാനാണ് തീരുമാനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ മഴവെള്ളം കിണറുകളിലേക്ക് തിരിച്ചുവിടുന്ന പദ്ധതിയാണ് കിണർ റീചാർജിംഗ്. പദ്ധതിയുടെ ഏകോപനത്തിന് പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കും. ഓരോ ദിവസവും പദ്ധതിയുടെ പുരോഗമനം വിലയിരുത്തണമെന്നും എത്ര വീടുകളിൽ കിണർ റീചാർജിംഗ് പദ്ധതി പൂർത്തിയായി എന്ന കണക്കുകൾ എടുക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടഞ്ചേരി പഞ്ചായത്തില് വരൾച്ചയെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് കിണർ റീചാർജിംഗ് എന്ന പേരിൽ നമ്മൾ പ്രോജക്റ്റ് തയ്യാറാക്കുകയും അതനുസരിച്ച് 5 ലക്ഷം രൂപ നമ്മൾ കൃഷിഭവന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അറിയാം, നമ്മുടെ ഒരാൾക്ക് 5000 രൂപ വെച്ച് 100 ഗുണഭോക്താക്കളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 5 ലക്ഷം രൂപ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഗവേഷണ സ്ഥാപനമായ IRTC രൂപകൽപ്പന ചെയ്തിട്ടുള്ള പദ്ധതിയാണ് കിണർ റീചാർജിംഗ്. റീചാർജ് ചെയ്യുന്നതിനായി കഴുകി വൃത്തിയാക്കിയ ബേബി മെറ്റൽ, പുഴമണൽ, ചിരട്ടക്കരി അല്ലെങ്കിൽ ആക്റ്റീവ് കാർബൺ, ഫൈബർ നെറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ നെറ്റ് എന്നിവ ഉപയോഗിക്കുന്നു. എങ്ങനെ, എന്തിനു വേണ്ടിയാണ് എന്നിങ്ങനെ നിരവധി ചോദ്യം ഒരു സാധാരണക്കാരന് കിണർ റീചാർജിംഗ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. റൂഫിൽ നിന്ന് നേരെ താഴേക്ക് വെള്ളം വരുന്നു. ഒരു പൈപ്പ് 2 ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്ത് ടീ കൊടുത്ത് ഒരു വാൽവ് കൊടുക്കുന്നു ടാങ്കിലേക്ക്. ഒരു വാൽവ് താഴേക്കും കൊടുക്കുന്നു. ആ വാൽവ് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ആ വാൽവ് തുറന്ന് ഈ വെള്ളമെല്ലാം മറ്റേ കാക്കതൂറിയതോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേസ്റ്റ് വരുന്ന പൊടിപടലങ്ങളെല്ലാം ഇതിനെ പോകുന്നു, അയച്ചുവിടുന്നു. അത് കഴിഞ്ഞ് വെള്ളം 2 മഴ കഴിഞ്ഞതിന് ശേഷം ഈ വാൽവ് തുറന്ന് ഇത് അടച്ചിട്ട് ഇത് തുറന്ന് വെള്ളം ഇതിലേക്ക് വിടുക. ഇതിന്റെ ഒരു ലെയർ, ആദ്യത്തെ ലെയർ 5 സെന്റിമീറ്റർ മെറ്റിൽ നിറയ്ക്കുന്നു. മെറ്റിൽ നിറച്ച് ഇടുന്നു. അതിനുശേഷം നമ്മൾ മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ച് അതിന്റെ മുകളിൽ ഇടുന്നു. അതിനുശേഷം 5 സെന്റിമീറ്റർ മണൽ, പുഴമണൽ നിറയ്ക്കുന്നു. പുഴമണൽ നിറച്ചതിന് ശേഷം 5 സെന്റിമീറ്റർ ചിരട്ടക്കരി അതിന്റെ മുകളിലിടുന്നു. അതിനുശേഷം വീണ്ടും മണൽ നിറയ്ക്കുന്നു 5 സെന്റിമീറ്റർ നിറച്ചു കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ആ മണലിന്റെ മുകളിൽ വീണ്ടും ഒരു മൊസ്കിറ്റോ നെറ്റ് എടുക്കുന്നു. ഈ ചിരട്ടക്കരി മണലുമായിട്ടുള്ള സമ്പർക്കത്തിന് വേണ്ടിയാണ് അതിന് നെറ്റ് ഉപയോഗിക്കാത്തത്. അത് അങ്ങനെ പോകുന്നു. അതിനുശേഷം അതിന്റെ മുകളിൽ ഈ ലാസ്റ്റ് എയറിൽ മണലിന്റെ മുകളിൽ നെറ്റ് നിറച്ച് അതിന്റെ മുകളിൽ ബേബി മെറ്റൽ നിറയ്ക്കുന്നു. ബേബി മെറ്റലിന്റെ മുകളിൽ വീണ്ടും 2 നെറ്റ് ഇടുന്നു, മൊസ്കിറ്റോ നെറ്റ്. മുകളിൽ നിന്ന് അഥവാ ചെറിയ പൊടിപടലങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കാലക്രമേണ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അതിനുശേഷം വെള്ളം അവിടെ തുറന്നു വിട്ട വെള്ളം ഇതിൽ ഫിൽറ്റർ ചെയ്ത് വെള്ളം കിണറ്റിലേക്ക് പോകുന്നു. ശുദ്ധമായ വെള്ളം കുടിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ വെള്ളം ബക്കറ്റ് വഴി കോരുമ്പോൾ കോരുമ്പോൾ വെള്ളം ബക്കറ്റ് ഇടുന്നതിന്റെ ആ പ്രകമ്പനം കൊണ്ട് വെള്ളം ഓളം തട്ടി ഭൂഗർഭ അറകൾ, ഉറവ കണ്ണികൾ തുറക്കുമായിരുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ ജനങ്ങൾ മോട്ടോർ പമ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഉറവ കണ്ണികൾ അടഞ്ഞു പോകുന്നു. മോട്ടോർ വലിക്കുന്ന ആ വെള്ളം വലിച്ചു പോകുന്ന വെള്ളം അടവുകൾ അടഞ്ഞടഞ്ഞു വരുന്നു. ഈ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് കുത്തനെ വീഴുമ്പോൾ ഭൂഗർഭ അറകളിലേക്ക് വെള്ളം പാസ് ചെയ്യുകയും വീണ്ടും ഉറവ കണ്ണികൾ തുറക്കുകയും നമ്മൾക്ക് ധാരാളം ജലം കിണറ്റിൽ നിറയുകയും ചെയ്യുന്നു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വരൾച്ചയെ നേരിടാനും ജലസംരക്ഷണത്തിന്റെ മൂല്യം മനസ്സിലാക്കിയും നിരവധി പേരാണ് കിണർ റീചാർജിംഗ് പ്രോഗ്രാമിനെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്നത്. മഞ്ഞുവയൽ 8ാം വാർഡിൽ ഏകദേശം 6ഓളം വീടുകളിൽ ഇപ്പം ഈ കിണർ റീചാർജിംഗ് പദ്ധതി ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അവിടെ തന്നെയുള്ള ഒരാളാണ് ഈ പദ്ധതിയുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു പോകുന്നത്. അപ്പം ആ ചെയ്ത വീട്ടുകാരാണേലും അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കുടിവെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന ഈ വേളയിൽ നമ്മുടെ പെരയുടെ മുകളിൽ വീഴുന്ന മഴവെള്ളം അത് കിണറിൻ്റെ സൈഡിൽ കുഴിയെല്ലാം കുത്തി ആ കിണറിലേക്ക്
ഇറക്കിക്കൊണ്ട് കിണർ നീരുറവ കൂട്ടുന്നതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ കിണർ റീചാർജിങ്ങുമായിട്ട് നടന്നു വരുന്നത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ തന്നെ ഇപ്പം ആകെ 21 വാർഡാണുള്ളത്. ആ 21 വാർഡുകളിലും വളരെ നല്ല രീതിയിൽ പ്രാരംഭഘട്ടം എന്ന നിലയിൽ ഇപ്പം ചെറിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഇനി അത് കൂടുതൽ എല്ലാ വീടുകളിലേക്കും എത്തിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്കയിലെ ഒരു കാലത്ത് ഏറ്റവും അധികം ജലസമൃദ്ധി ഉണ്ടായിരുന്ന നഗരം. എന്നാൽ ഇന്ന് ലോകത്തിലെ ആദ്യ ഡേ സീറോ നഗരം. കേപ്പ് ടൗണിലെ എല്ലാ ജലസ്രോതസ്സുകളും വറ്റിവരണ്ടിരിക്കുന്നു. ഇത് കേപ്പ് ടൗണിനെ വൻ ജലക്ഷാമത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിയിട്ട് നമ്മുടെ നാടിനെ മറ്റൊരു കേപ്പ് ടൗൺ ആക്കാതെ നാടിന്റെ ഭാവിക്കായി ജലസംരക്ഷണ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം.